ശ്രീ എം ജയചന്ദ്രൻ, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മാസപ്പടി എന്നായിരുന്നല്ലോ ദീർഘകാലങ്ങൾ ഈ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെ വന്നിരിക്കുന്ന വാർത്ത എന്താണ്? ഇ ഡിയുടെ പുതിയ വെളിപ്പെടുത്തൽ. എൻ്റെ ന്യായമായ സംശയം, ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഈ വെളിപ്പെടുത്തൽ നടത്തലാണോ ഈ ഇ ഡിയുടെ പണി? ഇ ഡി സാധാരണഗതിയിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് എവിടെയാണ് കൊടുക്കേണ്ടുള്ളത്? കോടതിയിലാണ്. ഞങ്ങളൊക്കെ അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത്, അന്വേഷണം നടത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ വാർത്താക്കുറിപ്പ് ഇറക്കി കൊടുക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ വാർത്തകൾ ചമക്കുകയും ചെയ്യുന്നു. മാസപ്പടി ആവിയായി പോയോ? അടുത്ത ഘട്ടവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പി കെ ഗോപനും രതീഷ് ചക്രവാണിയൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇനിയിപ്പോൾ ഡിവൈഎഫ്ഐയുടെ സമ്മേളനം നടക്കുന്നു, CPM-ന്റെ വിശാല സംസ്ഥാന സമിതി നടക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് പിണറായിയെ ടാർഗറ്റ് ചെയ്തത്, എങ്ങനെയാണ് CPM എന്ന് പറയുന്ന പാർട്ടിയെ ടാർഗറ്റ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായൊരു തിരക്കഥ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ മാധ്യമങ്ങൾക്കും പങ്കുണ്ട്. സിജു, ഇതില് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ കരുതുന്നത്, ഈ ഇ ഡിയുടെ തന്നെ ഒരു വെർഷനാണ് കേട്ടോ. ഇ ഡിയുടെ വെർഷൻ എന്ന് പറയണ്ട, ഇ ഡിയുടെ തന്നെ ഒരു നടപടി, എക്സിക്യൂഷൻ. അതായത് ഒരേ അക്കൗണ്ടിങ് എവിഡൻസിനെ രണ്ട് വ്യത്യസ്ത സ്റ്റാൻഡേർഡ്സിലാണ് ഇ ഡി അതിനെ കാണുന്നതും ഉപയോഗിക്കുന്നതും ഇടപെടുന്നതും. അത് ആദ്യം പറഞ്ഞിട്ട് ഞാൻ ഈ ഇവരുടെ ഇന്നലെ ഇവരിറക്കിയ പ്രസ് റിലീസ് ഉണ്ടല്ലോ ഈ ഇ ഡിയുടെ, അതിന്റെ 1, 2, 3 പാരഗ്രാഫിന്റെ തുടക്കം, ദ ഇൻവെസ്റ്റിഗേഷൻ ഡൺ ബൈ ഇ ഡി ബിഫോർ ഷോഡ് ദാറ്റ് proceeds of crime was generated by the management of CMRL led by SN Sasiran Karta and bribes were paid to various persons. അടുത്തതാണ് പ്രധാനം. ശ്രീമതി വീണ is one of the recipient of money from CMRL. Srimati Veena is one of the recipients of money from CMRL. One of the recipients. അതാണ് പ്രധാനം. ഈ CMRL പണം കൈപ്പറ്റിയ പലരിൽ ഒരാളാണ് വീണ എന്ന് നമ്മളാരും ന്യായീകരിക്കാൻ വരുന്നതല്ല. ഇ ഡിയുടെ ഇന്നലത്തെ പത്രക്കുറിപ്പിൽ 3 പാരഗ്രാഫിന്റെ തുടങ്ങുന്ന വാചകത്തിലാണ് ഉള്ളത്. ഇനിയാണ് ഞാൻ മുമ്പേ പറഞ്ഞ വാചകത്തിന്റെ റിലവൻസ് വരുന്നത്. ഈ ഒരേ അക്കൗണ്ടിങ് എവിഡൻസിലാണല്ലോ വീണയുടെയും പിന്നെ PV, OC, RC, KK, IK ഇത്രയും പേരുകളുള്ളത്. അപ്പൊ അന്വേഷിക്കുമ്പോ ഈ വൺ ഓഫ് ദ നെയിം ആണ് വീണ എന്ന് ഇ ഡി പറയുന്നു. അപ്പൊ ഈ ബാക്കി പേരുകളിലൊക്കെ ഈ പേരുകളുണ്ടല്ലോ. അപ്പൊ ഇവർക്കൊന്നും റോളൊന്നുമില്ലേ? അതാണ് ശ്രീ രതീഷ് ചക്രവാണി ഇപ്പോ കൃത്യമായി ചൂണ്ടിക്കാണിച്ച വിഷയം. അതവിടെ നിൽക്കുകയാണ്. ഇനി ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ കോടിക്കുരുക്ക് എന്ന് പറഞ്ഞ്. ഇതിൻ്റെ അകത്ത് ഒരു സംഗതിയും ഇല്ല എന്ന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ചില ചാനലുകളിൽ പറഞ്ഞിരുന്നു, ഇ ഡി വല്ലാതെ അന്വേഷിച്ച് വേർത്ത് കുളിച്ചു നിൽക്കുകയാണ്. അപ്പൊ പുതിയ പണിയായിട്ട് ഇറങ്ങിയിരിക്കുക. അവർക്കിപ്പോ എന്തൊക്കെയാണ് വേണ്ടത്? അവർക്ക് വേണ്ടതിനേക്കാളുപരി അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഈ ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ് ഇ ഡി പറയുന്നു. ഈ ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ് 85 ലക്ഷം വീണയാണ് അയച്ചത്, അല്ലെങ്കിൽ ഈ കൈപ്പട മുഴുവൻ വീണയുടേതാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഫോറൻസിക് എവിഡൻസ് ഇവര് സമ്പാദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ടോ ഈ പറയുന്ന ഇ ഡി? മറ്റൊന്ന്, ദുബായ് ട്രാൻസ്ഫർ ഹവാല ആയിരുന്നു എന്ന് പറയുന്നു. ഹവാല പണം CMRL-ന്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ് എന്ന് ഇവർക്ക് എന്തെങ്കിലും ബോധ്യമോ തെളിവോ ഉണ്ടോ ഈ ഇ ഡിക്ക്? മറ്റൊരാളുടെ സിം വീണയാണ് ഉപയോഗിച്ചതെന്നാണ് മറ്റൊരു ചാർജ് ഷീറ്റ്. ഈ സിം ഉപയോഗിച്ച കാൾസ് ക്രിമിനൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടതാണെന്ന് എന്തെങ്കിലും ആക്ഷേപം ഇ ഡിക്കുണ്ടോ? ഇ ഡി അത് പറയുന്നില്ലല്ലോ. മറ്റൊന്ന്, ലേക്കറിന്ത്യയിലെ പണം CMRL എക്സാലോജിക് മണിയാണെന്ന് എന്തെങ്കിലും കണ്ടെത്തൽ ഇ ഡിക്കുണ്ടോ? അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. പിണറായി വിജയന് ഈ മണി ട്രെയിലിൽ, ഈ പണത്തിന്റെ ഒഴുക്കിൽ നേരിട്ടുള്ള പങ്കുണ്ട് എന്ന എന്തെങ്കിലും ആരോപണം എവിടെയെങ്കിലും ഇ ഡി പറയുന്നുണ്ടോ? ഇത്തരത്തിൽ ഇ ഡി പറയേണ്ടതായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവർ നിശബ്ദത പാലിച്ചുകൊണ്ട് ഒരു കഥ മെനഞ്ഞ് അടിച്ചു വിട്ടിരിക്കുകയാണ്. ഇതെന്താണ്? 2026 മെയ് 27-നാണ് സെർച്ച് നടക്കുന്നത്. സെർച്ച് എന്ന് ഇപ്പോഴാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഇന്നത്തെ പത്രക്കുറിപ്പിലാണ് സെർച്ച് എന്ന് പറയുന്നത്. അതിനു മുൻപ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? റെയ്ഡ് നടത്തി, പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ റെയ്ഡ് നടത്തി പിണറായി ഇരിക്കുകയാണ്. വീണ അവിടെ റെയ്ഡ് നടത്തിക്കൊണ്ട് മൊഴിയെടുക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. ഇതാണല്ലോ ഇപ്പൊ ഇ ഡി തന്നെ വെളിവാക്കുകയാണ്, സെർച്ചാണ് നടത്തിയത് അത്രേ. ആ 27 മെയ് മാസം നടത്തിയ സെർച്ചിന്റെ
ഡീറ്റെയിൽസിലേക്ക് എന്നാണ് വരുന്നത്? ഓഗസ്റ്റ് 18-ന്. ഓർക്കണം, ജൂൺ ജൂലൈ ഈ 3.5 മാസം അനക്കം ഉണ്ടായില്ല. 3.5 മാസം കഴിഞ്ഞപ്പോൾ ജീവൻ വെച്ച് അന്നത്തെ സെർച്ചിന്റെ റിസൾട്ട് ഇന്നതൊക്കെയാണ്, ഞങ്ങൾ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. ഇഡിയുടെ ഉണ്ടയില്ല വെടിയല്ലാതെ വേറെ യാതൊന്നുമില്ലെന്ന് ഇതിനേക്കാൾ ഭംഗിയായി അവര് സ്വയം തെളിയിക്കാനേ ഇല്ല. അത്രയ്ക്ക് വൃത്തികെട്ട് നനഞ്ഞു കുളിച്ച് വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ് ഈ വീഡിയോ. അത്യധ്വാനം കൊണ്ട് നേടിയ റിസൾട്ട് അതാണ്. ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനില്ല ഇവർക്കൊന്നും. ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതല്ലാതെ ഈ സംഗതി ഒന്നും ചെയ്യാനില്ല. പിന്നെ ബേസിലിനോട് പറയാനുള്ളത്, കോൺഗ്രസ്സുകാരൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയാറുണ്ട്, ഞങ്ങൾ നേരിട്ടില്ല. CPM എന്താ നേരിടാത്തത്? ഞങ്ങൾ മറ്റേ നാഷണൽ ഹെറാൾഡ് കേസിൽ ഞങ്ങൾ കൃത്യമായ മറുപടി പറഞ്ഞില്ല. എവിടെ മറുപടി പറഞ്ഞതാണ്? 2011 സുബ്രഹ്മണ്യ സ്വാമി കേസ് കൊടുത്തു. ആ കേസ് കൊടുത്ത് ഓടി അങ്ങ് പോവുകയാണ്, അടുത്തതിലേക്ക് പോവുകയാണ്. ഒരു കോടതിയിൽ നിന്ന് അടുത്ത കോടതിയിലേക്ക്, അവിടെ പോയി ജാമ്യം എടുക്കും, പിന്നെ അടുത്ത കോടതിയിലേക്ക്. അങ്ങനെ പോയി 2023 ഡൽഹിയില് റൌസ് അവന്യൂ കോടതിയിൽ കേസ് വന്നപ്പോഴാണ് പയ്യെ AICC ഹൈക്കമാൻഡിനെ വായിക്കാകത്ത് നാക്കൊണ്ടെന്ന് മനസ്സിലായത്, ജീവൻ വെച്ചത്. 2011 മുതൽ 2023 വരെ നാഷണൽ ഹെറാൾഡ് കേസിനെ പറ്റി രാജ്യത്ത് ആരോടും മിണ്ടാതിരുന്ന ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് വന്നിരുന്ന് പറയുകയാണ്, എന്താണ് CPM എന്താണ് പറ്റിയത്? CPM-നെ പറ്റിയാൽ CPM നോക്കിക്കോളും, നിങ്ങളാരും ആ തകരാറ് പരിഹരിക്കാൻ വരണ്ട. അതിനുള്ള ആംബിയറൊക്കെ CPM-നുണ്ട്, ഒരു തർക്കവും വേണ്ട. പക്ഷെ നിങ്ങൾ കാണിച്ചത് അവർക്ക് പിന്നെ അടിപണിഞ്ഞ് കിടക്കുകയായിരുന്നു, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം. അങ്ങനെ അവസാനം എങ്ങനെയാണ് ഒപ്പിച്ചത്? റൌസ് അവന്യൂ ഹൈക്കോടതി ഒരു ചോദ്യം ചോദിക്കുന്നു, അല്ല നിങ്ങൾ ഈ പണിയൊക്കെ കാണിച്ചിട്ട് FIR ഒരു ഇട്ടിട്ടില്ല അല്ലേ? അപ്പൊ ഇത്രയും കൊല്ലം ഇത് FIR ഇടാൻ നീട്ടിക്കൊണ്ടുപോയത് വേറെ തന്ത്രമാണ്. അതിന്റെ പുറകെ വേറെ കഥകളുണ്ട്. അപ്പം നിങ്ങൾ പോയി FIR ഇട്ടുകൊണ്ടുവാ, കേസ് തന്നതല്ല ചെയ്യുന്നത്, പോയി FIR ഇട്ടുകൊണ്ടുവാ എന്ന് പറയുന്നു. അപ്പൊ കോൺഗ്രസിന് ജീവൻ വെച്ചു. കണ്ടോ, FIR പോലും ഇടാതെ ഇത്തരം പണികൾ കാണിക്കുന്നത് കണ്ടോ? അപ്പം ചാർജ് ഷീറ്റ് അവിടെ നിൽക്കുകയാണ്. പിന്നെ സോണിയാഗാന്ധിയും മകനും വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾ പോയി FIR ഇട്ടിട്ട് പോകാൻ പോലീസ് നിർദ്ദേശം കൊടുത്തു. ആ വിടവിൽ ആ ഒരു വേളയാണ് ഇപ്പൊ കാണുന്നത്.